ഓം ശാന്താകാരം ഭുജഗശേനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദീനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ശ്രീമദ് ഭാഗവത ഭഗവത്ഗീതയില് ഉദ്ധവ വിഷാദം എന്ന 6-ാമത്തെ അധ്യായമാണ് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത്. അർജുന വിഷാദയോഗമാണ് ഗീതോപദേശത്തിന് കാരണമായതെങ്കിൽ ഉദ്ധവ വിഷാദമാണ് ഉദ്ധവോപദേശത്തിന് കാരണമായത്. കൃഷ്ണൻ അവതാര കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി വേഷം അഴിച്ചു മാറ്റി സ്വരൂപപ്രാപ്തിക്ക് തയ്യാറായി. അപ്പോഴേക്കും എല്ലാ ദേവന്മാരും മുനിമാരും ഭഗവത് ദർശനത്തിനായിക്കൊണ്ട് ദ്വാരകയിലെത്തി. സർവലോക മലാപഹവും സർവലോക മംഗളപ്രദവുമായ രൂപം കണ്ടുകൊണ്ട് അവർ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. ഭഗവാൻ, ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു. ബ്രഹ്മാവ് മുതൽ ഇങ്ങോട്ട് പരസ്പര വിദ്വേഷം വച്ച് പുലർത്തുന്ന എല്ലാ ജീവികളും മൂക്കുചരടിട്ട് നിയന്ത്രിച്ചിരുന്ന പശുക്കളെ പോലെ അങ്ങയുടെ വശവർത്തികളായിട്ട് കഴിഞ്ഞുകൂടുന്നു. കാലസ്വരൂപനായിരിക്കുന്ന അങ്ങയുടെ പിടിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുവാൻ കരുണ കാണിക്കണമേ. തുടർന്ന് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചു. ഭൂഭാരം തീർക്കാനായിട്ട് പണ്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിച്ചു. യദുകുലത്തിൽ അവതരിച്ച അക്കാര്യങ്ങളെല്ലാം അങ്ങ് പൂർണ്ണമായും നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി സ്വേച്ഛ പോലെ അങ്ങയ്ക്ക് ധാമത്തിലേക്ക് മടങ്ങാവുന്നതാണ്. ഇത് കേട്ട് ഭഗവാൻ ബ്രഹ്മാവിനോടായിട്ട് ഇങ്ങനെ അരുളി ചെയ്തു: അല്ലയോ ദേവന്മാരെ, ഞാൻ ഇക്കാര്യം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭൂഭാരം മിക്കവാറും ഒഴിഞ്ഞു. എന്നാൽ ഞാൻ പിറന്ന ഈ യാദവകുലം വീരശൗര്യങ്ങൾ നേടി ഇന്ന് അഹങ്കരിക്കുകയാണ്. അതിരി കടക്കുന്ന അർണവം പോലെ യദുക്കൾ ഇന്ന് ലോകത്തിന് ശാപമായി തീർന്നിരിക്കുന്നു. ഇവരെയും സംഹരിക്കാതെ ഞാൻ കടന്നുപോയാൽ ഈ ലോകം ആപത്തിൽ വീണ്ടും അകപ്പെടും. അവരുടെ സംഹാരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുനിശാപം അവരെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. അക്കാര്യം കൂടി അവസാനിപ്പിച്ചാൽ ഉടൻ തന്നെ ഞാൻ സ്വധാമത്തിലേക്ക് മടങ്ങുന്നുണ്ട്. ഭഗവത് വചനം കേട്ട് ബ്രഹ്മാവ് ദേവന്മാരോടൊപ്പം മടങ്ങിപ്പോയി. ഇവിടെ കൃഷ്ണൻ അവതാര കാര്യങ്ങളെല്ലാം നിർവഹിച്ച് പൂർത്തിയാക്കി വേഷം അഴിച്ചു മാറ്റി സ്വരൂപപ്രാപ്തിക്ക് തയ്യാറായി എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും ഓരോ വേഷമിട്ടാണ് ഭഗവാൻ നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ച കർമ്മങ്ങൾ പൂർത്തിയാക്കി ഈ വേഷം അഴിച്ചു വെച്ച് സ്വധാമത്തിലേക്ക് പോകാൻ പറഞ്ഞാൽ നമ്മളെ ആരാണോ അയച്ചത് ആ ശക്തിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോവുക എന്നുള്ളതാണ്. ഒരു മനുഷ്യ ജന്മത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണെന്ന് പൂർണ്ണമായിട്ട് നമ്മളെ കാണിച്ചു തന്ന ഒരേ ഒരു അവതാരം ശ്രീകൃഷ്ണ ജന്മമാണ്. ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വത തിക്വാ ദേഹം പുനർജന്മ നൈതി മാമേതിസു അർജുന. ഇവിടെ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ള ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും സ്ത്രീ ആയാലും പുരുഷനായാലും ഈ മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണത കൈവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വേഷം, ആ വേഷത്തിൽ ആടി തിമർത്ത് അത് പൂർത്തീകരിച്ച് ആ വേഷം അഴിച്ചു വെച്ചിട്ട് എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തിരിച്ചു പോകണം എന്ന് ശ്രീകൃഷ്ണ പരമാത്മാവ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു തന്നു. ഒരു മനുഷ്യായുസ് എന്ന് പറയുന്നത് തന്നെ 120 വയസ്സുവരേക്കാണ് ജ്യോത്സ്യന്മാർ പോലും കണക്കാക്കും. ഭഗവാൻ 5 വർഷവും കൂടെ എക്സ്റ്റൻസ് ചെയ്ത് കാണിച്ചു തന്നു. ഇനി എത്രയോ പേര് ഈ ലോകത്തിൽ തന്നെ 100, 120 അതിന് മേലെയും ഗന്നീസ് ബുക്കിലൊക്കെ പേര് നേടിയിട്ട് വയസ്സായിട്ട് ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചിരിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മൾ പേപ്പറിലും ലോക വാർത്തകളിലൊക്കെ അറിയാം. അപ്പം നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന വേഷം, നമ്മുടെ കർമ്മം എന്താണ്, സ്വധർമ്മം എന്താണ് പൂർത്തീകരിച്ചാൽ ഈ വേഷം വിട്ടിട്ട് പോണം. അത് പൂർത്തീകരിക്കാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും തൂങ്ങിപ്പിടിച്ച് വയ്യാതെ കിടക്കുന്നത് അർത്ഥം, ഇരിക്കുന്നത്.
നമുക്ക് ലിമിറ്റ് കൂടുതൽ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ പരസഹായമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനെ ആർക്കെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ഒരു മഹാസിദ്ധിയാണെന്ന് പറയാം. എന്തായാലും എന്തെങ്കിലും പോയേ പറ്റൂ. അപ്പൊ വേഷം അഴിച്ചു വെക്കണം എന്നാ പറയണേ. അതിന് നമ്മളെല്ലാവരും തയ്യാറാകണം. ഈ കിട്ടിയിരിക്കുന്ന വേഷം സ്ത്രീയുടെയോ പുരുഷന്റെയോ ഏത് വേഷമായാലും വേണ്ടില്ല, അതൊക്കെ അഴിച്ചു വെച്ചിട്ട് ഒരിക്കൽ പോകാൻ തയ്യാറാകണം. അതിന് വിഷാദിച്ച് സ്വയം തന്നെ വിഷാദിച്ച് പരിഭ്രാന്തരായിട്ട് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ ഉദ്ധവരുടെ വിഷാദമാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. പക്ഷെ നമ്മളും ശരിക്കും വിഷാദക, അയ്യോ ഇതൊക്കെ വിട്ടിട്ട് എങ്ങനെയാ പോവാന്നുള്ള ചിന്തയിലാകെ കിടക്കുക. പിന്നെ ഒരു കാര്യം ഭഗവാൻ ഇവിടെ ബ്രഹ്മാവിനോടൊക്കെ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചത് നമ്മുടെ മക്കളും ഇല്ലേ പിൻതലമുറ വരാൻ പോകുന്ന ആ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. അപ്പം നമ്മൾ ലിമിറ്റ് കൂടുതൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പഞ്ചമഹായജ്ഞങ്ങൾ അനുസരിച്ച് മനുഷ്യൻ ജീവിക്കാവുള്ളൂ എന്നർത്ഥം. ഒരു കാരണവശാലും സമ്പാദിച്ചു വെക്കരുത്, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ചു വെക്കരുത്. അത് നിങ്ങൾ എന്ത് സമ്പാദിച്ചു വെച്ചാലും അതിലൊക്കെ വരും തലമുറ അഹങ്കരിക്കും. നമ്മൾ അധ്വാനിച്ചല്ല ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അലങ്കരിക്കും. നമ്മൾ വേർത്തിട്ടുണ്ടാക്കിയാൽ അതിൽ വേർപ്പൊഴുക്കിയിട്ടുണ്ടെന്നുള്ള ആ ഭാവം വരുമ്പം നമുക്ക് കർമ്മത്തിൽ ശുദ്ധി വരും. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം, നമ്മൾ അധ്വാനിക്കാതെ കിട്ടിയാൽ ഇത് എൻ്റെ ആണ് എന്നുള്ള ഭാവം കൂടെ വന്നു കഴിഞ്ഞാൽ ഈശ്വരനോട് ചോദിച്ചിട്ട് നമുക്ക് അവിചാരിതമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് നമുക്ക് അതിൽ അഹങ്കാരം ഉണ്ടാകും. അതിൽ അധ്വാനിച്ചിട്ടൊന്നും ആയിരിക്കുക ചിലപ്പോൾ കിട്ടുന്നത്, യാതൊരു പ്രയത്നം കൂടാതെ ചിലപ്പോൾ കിട്ടും. ഇപ്പം പ്രയത്നം കൂടാതെ ചില കാര്യങ്ങൾ നടക്കും. ദൈവാധീനം വർദ്ധിച്ചാൽ അങ്ങനെയുണ്ട്. തന്നെ എവിടുന്നാ വരണേന്ന് അറിയാൻ പാടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏത് തരത്തിലാണ് സമ്പന്നമാകുക, ഇല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാന്ന് പറയാൻ പറ്റില്ല. അതെങ്ങാനും കണ്ടെത്തി നമ്മൾ അവരെ സൂചിപ്പിച്ചാലോ നമ്മൾ അവരുടെ ശത്രുവാകുകയും ചെയ്യും. നിങ്ങളുടെ കേമത്തം കൊണ്ടൊന്നും അല്ല നിങ്ങൾക്ക് ഈ കാര്യം സാധിച്ചതെന്ന് എങ്ങാനും പറഞ്ഞോ, ഇത് ദൈവാധീനം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചതെന്ന് പറഞ്ഞാൽ ഈ അഹങ്കാരം എന്ന ശത്രു ബാധിച്ചിരിക്കുന്ന തലക്കനമുള്ളവർക്ക് ഇത് പറയുന്നത് ഒട്ടും ഇഷ്ടപ്പെടില്ല. അതാണ് ഏറ്റവും വലിയ ലക്ഷണം, അഹങ്കാരത്തിന്റെ ലക്ഷണം. അപ്പൊ ഈ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയാൽ ഇതാ കുഴപ്പം. ജോലി കിട്ടുന്നവരെയൊക്കെ എങ്ങനെയെങ്കിലും ഏത് ജോലി കിട്ടിയാലും ചെയ്യാനൊക്കെ തയ്യാറായിരിക്കും. പക്ഷെ കിട്ടിക്കഴിയുമ്പോൾ അറിയാൻ സ്വഭാവം മാറി തുടങ്ങും. പിന്നെ ഈ റെപ്യൂട്ടേഷൻ ജോലി, ഒരേ ആവർത്തന വിധേയമായ ജോലി ചെയ്യാൻ എല്ലാവർക്കും മനുഷ്യന് അല്ലെങ്കിൽ തന്നെ ബോറടിക്കലും, എന്ത് കാര്യത്തിനും ബോറടിക്കും എന്ന് പറയും. അപ്പൊ ബോറടിക്കാൻ തുടങ്ങിയാലോ പിന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം, ആദ്യം എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, എന്തും ചെയ്യാൻ തയ്യാറാന്ന് പറയും. പക്ഷെ കിട്ടിക്കഴിയുമ്പം പിന്നെ അതൊക്കെ വെറുതെ കാട്ടിക്കൂട്ടലായിട്ട് മാറും. അപ്പൊ ഇത്തരത്തിൽ പല വേഷങ്ങളിൽ നമ്മൾ ആടേണ്ടതായിട്ട് വരും. ഭഗവാൻ തന്നെ 125 വയസ്സ് വരെ ജീവിച്ചിരുന്നപ്പം പല വേഷങ്ങൾ ഭഗവാൻ ആടിയിട്ടുണ്ട്. അത് ഉയർന്നതും താഴ്ന്നതും ഏതൊക്കെ തരത്തിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യണമോ അതും എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകാപുരുഷോത്തമനായിട്ട് ഭഗവാൻ എല്ലായിടത്തും 25 ജനിച്ചപ്പോൾ മുതൽ 125 വയസ്സ് വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഭഗവാന്റെ ആ പോസിറ്റിവിറ്റി ഉള്ള ഒരു സജ്ജനം ഒരു കുടുംബത്തിനുണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ശ്രേയസ് ഉണ്ടാവും. അദ്ദേഹം ആ കാലത്ത് എവിടെ വരെ ജീവിച്ചിരിക്കുന്നോ യോഗക്ഷേമങ്ങളൊക്കെ തന്നെ നടക്കും. ഇത് ഭഗവാൻ കാണിച്ചു തരാണ്. അപ്പം യദുകുലത്തിന് കിട്ടാവുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടി. ഭഗവാൻ മനഃപൂർവ്വം ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ട് ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടാന്ന് പറഞ്ഞിട്ടൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് സജ്ജനം എവിടെയുണ്ടോ ഈശ്വര ചൈതന്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരാള്, അത് പൂർവജന്മ പുണ്യമായിരിക്കാം, എന്നാലും വേണ്ടില്ല, അങ്ങനെയുള്ള പോസിറ്റിവിറ്റി ഉള്ള സജ്ജനങ്ങൾ ഒരു ഗ്രഹത്തിലുണ്ടായിരുന്നാലും ഒരു പൊതുസ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഒറ്റയാൾ മതി, അതും കൊണ്ട് അവിടെ ശ്രേയസ് ഉണ്ടാവും. അത് വരും തലമുറയ്ക്ക് 2 or 3 തലമുറയ്ക്കുള്ളത് കരുതി വെക്കാനും ചിലപ്പോൾ ഇവർക്ക് സാധിക്കും. അതേപോലെ ഭഗവാൻ ഈ യദുകുലത്തിൽ ജനിച്ച് അതിൽ 125 വയസ്സ് വരെ ജീവിച്ചിരുന്നത് കൊണ്ട് യദൃച്ഛാലാഭസന്തുഷ്ടം എന്ന് പറഞ്ഞ പോലെ, യാദൃശ്ചികമായിട്ടെന്ന് പറഞ്ഞ പോലെ എല്ലാവിധ ഐശ്വര്യങ്ങളും അത് പ്രേയസല്ല ശ്രേയസ്കരമായിട്ട് കിട്ടി. എന്നിട്ട് അത് കിട്ടിയത് തൻ്റെ മക്കൾ തന്നെയാണെങ്കിലും പേരക്കുട്ടികളായാലും 2-3 തലമുറയെ കണ്ടിട്ടാണ് ഭഗവാൻ പോകുന്നത്. അപ്പം ഇവർക്കെല്ലാം ഈ
അഹങ്കാരം വന്ന് പറിക്കുന്നത്. അത് ഭഗവാൻ കണ്ടെത്തി. അതുകൊണ്ട് ഇനി ഇവരെ ഇങ്ങനെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഇത്രയും വെച്ച് ചെയ്ത കാര്യമായിട്ട് ഈ ലോകസേവാർത്ഥമായിട്ട് ഇല്ലെങ്കിൽ ഈ അധർമ്മികളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജന്മമെടുത്തത് വെറുതെ ആയി പോകും. കാരണം അവസാനം ഒരു വിത്ത്, അസുരന്മാരുടെ വിത്ത് ഭാഗിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പോകുന്നതിന് മുമ്പ് ബ്രഹ്മാവിനോട് പറയാ, ഞാൻ ഇവരെയും കൂടെ നശിപ്പിച്ചിട്ടേ പോകുള്ളൂ, ഇല്ലെങ്കിൽ ഇവർ അഹങ്കാരിയായിട്ട് ലോകനാശം ഉണ്ടാക്കും. അതിനുള്ള വഴി ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്, മുനിശാപം വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ നിവർപ്പിലാണ്, അവർ തന്നെ നശിച്ചോളും. പക്ഷെ അതും കൂടെ ചെയ്തിട്ട് എനിക്ക് അക്കാര്യം കൂടി അവസാനിപ്പിച്ചാൽ ഉടൻ തന്നെ ഞാൻ സ്വധാമത്തിലേക്ക് മടങ്ങുന്നുണ്ട്. അപ്പം അവിടെ നന്മ തിന്മയോ വരും തല നശിച്ചു പോകുമോ എന്നുള്ള ഈ പറയുന്ന സിമ്പതിക്ക് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ എന്താ പറഞ്ഞേ, നമുക്ക് ഇതെങ്ങനെയാ വരും തലമുറ നശിച്ചു പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെങ്ങനെയാ ലോകം വിട്ടു പോകുക എന്ന് തോന്നുന്നു. പക്ഷേ അത് ഉണ്ടാകാതിരിക്കാൻ എന്താ മുൻകരുതൽ എന്നുള്ളതാണൊക്കെയാണ് പഞ്ചമഹായജ്ഞങ്ങൾ അനുസരിച്ചു കൊണ്ട് വേണം ജീവിക്കാൻ. അതിൽ യാതൊരു ദാക്ഷിണ്യവും കാണിക്കരുത്. നമ്മൾ ലിമിറ്റ് കൂടുതൽ കരുതി വെച്ചാൽ നമ്മുടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വീട്ടിലുള്ള ഭാര്യയോ മറ്റുള്ളവരെ ആയാലും അധ്വാനിക്കാതെ ഇതിൻ്റെ ആ ക്ലേശങ്ങളെ പറ്റി അവബോധമില്ലെങ്കിൽ ഇതൊക്കെ എൻ്റെയാണെന്നുള്ള തോന്നൽ, അഹങ്കാരം ഉണ്ടാകും. അവര് തന്നെ അത് നശിപ്പിക്കാൻ ഇടവരും. അതുകൊണ്ടാണ് ഈശ്വരൻ പറഞ്ഞിരിക്കുന്നത് ഒന്നും കരുതി വെക്കരുത്. നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് നമുക്ക് ഏത് തരത്തിൽ യോഗക്ഷേമം കിട്ടിയാലും വേണ്ടില്ല, അത് 5ആയിട്ട് ഭാവിച്ചോളൂ, 5-1 സ്വന്തമായിട്ട് അനുഭവിച്ചോളൂ, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തോളൂ. അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം ഈ ശ്രേയസ് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അനുഭവിച്ചോട്ടെ, സുഖമായിട്ട് കഴിഞ്ഞോട്ടെ. പക്ഷെ പിന്നീട് വരുന്ന കാലത്ത് ഇവർക്ക് വിഷാദം ഉണ്ടാകാതിരിക്കണം. നമ്മൾ പോകുമ്പോൾ പോലും അവർ ദുഃഖിക്കാൻ ഇടവരരുത്. നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊക്കെ വിട്ടിട്ട് പോകുന്ന സമയത്ത് നമ്മൾ അതൊക്കെ ഉപേക്ഷിച്ചു പോകുന്നു. എന്തിനാ അതൊക്കെ വിട്ടിട്ട് പോണേ? അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിപ്പം ഈ കുടുംബക്കാരെയൊക്കെ വിട്ടിട്ട് ഇവിടെ ഒന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ, ഒരു ക്ഷേത്രത്തിൽ വന്ന് താമസിക്കുക, ഒരു ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും വിട്ടുപോകും. അതുകൊണ്ട് വിട്ടു നിൽക്കാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഉപേക്ഷിക്കാനായിട്ടുള്ള എന്തോ ഉള്ളത്? എൻ്റേതായിട്ട് ഒന്നുമില്ല, ഞാനൊന്നും കരുതി വെച്ചിട്ടുമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എന്താ, എൻ്റെ ഈ ശരീരവും ഭഗവാന്റെയാണ്, ജീവനും ഭഗവാന്റേതാണ്. പിന്നെ എന്താ എൻ്റേതായിട്ട് സ്വന്തമില്ലെങ്കിൽ ഞാൻ എന്ത് ഉപേക്ഷിക്കും? അത് ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, പേരക്കുട്ടികളായിക്കോട്ടെ, വീടായിക്കോട്ടെ, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പേര് കിട്ടിയിരിക്കുന്ന വസ്തു ആയിക്കോട്ടെ, ഇതൊന്നും നമ്മുടെ സ്വന്തമൊന്നുമല്ല. ആ സ്വന്തമാണെന്ന് വിചാരിച്ചാൽ അതിൽ അഹങ്കാരമുണ്ടാകും, മായ കയറി പിടിക്കും, ഇതെൻ്റെ എന്നുള്ള വാദമുണ്ടാകും, ഇതെനിക്ക് വേണം എന്നുള്ള വാദം ഉണ്ടാകും. ഈ പ്രശ്നങ്ങളൊക്കെ കാരണം മായ കയറി പിടിക്കുന്നതാണ്, അത് അജ്ഞതയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയോ എന്തെങ്കിലും, ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയോ, അത് ചെലവാക്കിയിട്ട് സ്വസ്ഥമായിട്ടിരുന്നോളാം. അവനവനുള്ളത് കരുതി വെച്ചോക്കും വേണം. കാരണം നമ്മൾ പിന്നെ ഓരോരുത്തരെയും, ഭഗവാൻ ഇതൊക്കെ തന്നിരിക്കുന്നത് എന്താ, മറ്റാരെ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആശ്രയിക്കാൻ പോയാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മക്കളാടേലും ചോദിക്കും, എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞുകൂടെ? നമ്മളെന്താ വിചാരിക്കുക, നമ്മൾ പറഞ്ഞിട്ട് വേണോ? അല്ലാതെ അവന് ചെയ്തുകൂടെ? ഇങ്ങനെയുള്ള ഈ സങ്കല്പ വികല്പങ്ങളിലേക്ക് പോകും. അത് നമുക്ക് തന്നെ പ്രശ്നം ഉണ്ടാവും, വിഷാദത്തിലേക്ക് ഉണ്ടാകും. ഈ വയസ്സായവർ മിക്കവാറും വിഷാദ രോഗികളാകെ മാറുന്നതിന്റെ പ്രധാന കാരണം ഇതാ. അപ്പൊ നമുക്കുള്ളത് നമ്മൾ കരുതി വെച്ചാൽ പ്രശ്നമില്ല, നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കാതെ ഇരുന്നാൽ മതി. അതാണ് അനായാസന ജീവിതം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ പഠിക്കണം. അതാണ് അനായാസന ജീവിതം. വീണു പോകുമ്പോഴല്ലേ, അതായിക്കോട്ടെ, അത് എവിടെയായാലും വീണു പോയാൽ കണ്ടു നിൽക്കുന്നവരോ ആരെങ്കിലും അറിഞ്ഞു കേട്ടാലും ബന്ധുക്കളോ ആരെങ്കിലും ആശുപത്രി കൊണ്ടിട്ടുള്ളൂ. ഇന്നും പിന്നെ അഭയകേന്ദ്രം ആശുപത്രി ആണല്ലോ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും ചിന്തിക്കണ്ട. നമ്മുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒക്കെ കരുതി വെച്ചോളുക. ആരെങ്കിലും എവിടെയെങ്കിലും വഴിക്ക് വീണു പോയാലും ആ ഫോണിൽ വിളിച്ച് പറഞ്ഞോളും. വരേണ്ടവർ വന്നോളും, വന്നവർ കണ്ടോളും. ആർക്കും വിഷാദത്തിനും കാരണം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഒരു തയ്യാറെടുപ്പ് മുൻകൂട്ടി ചെയ്തു വെച്ചാൽ നമ്മൾ സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ പോകാൻ സാധിക്കും. ഭഗവാൻ ആ ഒരു കൺസെപ്റ്റിലാണ് ഈ കാര്യം ഇവിടെ അവതരിപ്പിക്കുന്നത്. ദേവന്മാരോടാണ് അവതരിപ്പിക്കുന്നത്. ദേവന്മാരാണ് നിയോഗം. അവർ പ്രാർത്ഥിച്ചിട്ടാണ്, അവരുടെ ആവശ്യപ്രകാരമാണ് ഈ ഭൂഭാരം തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇന്ന സ്ഥലത്ത് യദുകുലത്തിൽ വന്ന് ജനിച്ചത്.
അപ്പൊ അതുകൊണ്ട് ഈ കർമ്മങ്ങൾ പൂർത്തീകരിച്ചു എന്ന് അറിഞ്ഞപ്പോ ഭഗവാനെ ദർശിക്കാൻ വേണ്ടിയിട്ട് നാരദരടക്കം മറ്റു ദേവന്മാരും ഈ ദ്വാരകയിൽ എത്തി ഭഗവാനെ ദർശനം നടത്തി. അവര് സ്തുതിച്ചു. ആ സ്തുതിച്ച കൂട്ടത്തിൽ ബ്രഹ്മാവ് ഒരു സംഭവിച്ചു, അങ്ങ് ഏറ്റെടുത്ത കാര്യം പൂർത്തീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് അങ്ങക്ക് സ്വധാമത്തിലേക്ക് തിരിച്ചു പോകേണ്ട സമയം വന്നിരിക്കുന്നു എന്നൊക്കെ അവർ തന്നെ സ്തുതിയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ മുഴുവൻ തീർത്തിരിക്കുന്നു, പക്ഷെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. എന്താ അത്? പിൻതലമുറ ഞാൻ പോയി കഴിഞ്ഞാൽ ഈ ഞാനിപ്പോൾ ഇതുവരെ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നശിപ്പിക്കും. കാരണം അഹങ്കാരികളായിട്ട് അവരുടെ സ്വഭാവം ഇപ്പൊ തന്നെ ഞാൻ കണ്ടു തുടങ്ങി. അതുകൊണ്ട് ഇവര് അതിനുള്ള വഴിയും കൂടെ ഞാൻ മായാപ്രയോഗത്താൽ ഇവർക്ക് അതിനുള്ള നിമിത്തമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, മുനിശാപം മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവര് സ്വയം അക്കാര്യം കൂടി ചെയ്തോളും, അവര് തന്നെ ചെയ്തോളും, ഞാനായിട്ട് ഒന്നും ചെയ്യണ്ട. അങ്ങനെയാണ് നമ്മളെ കൊണ്ടൊക്കെ പ്രവർത്തിപ്പിക്കുന്നത്. ഭഗവാനാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയേയില്ല. നിർഗുണ പരബ്രഹ്മമായിട്ടിരിക്കും. അപ്പൊ നമ്മളെ മായയുടെ ആ പ്രയോഗത്താലായതുകൊണ്ട് ഒട്ടും അറിയില്ല. നമ്മൾ മായയിൽപ്പെട്ടിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ ഒട്ടും ഭഗവാനെ അറിയില്ല. അതുകൊണ്ടാണ് ആരും അറിയാതിരിക്കുന്നത്. നമ്മൾ ശ്രേഷ്ഠമായ കാര്യങ്ങൾ എന്ത് ചെയ്താലും നമ്മളെ മനസ്സിലാക്കാതിരിക്കുന്നത് മറ്റുള്ളവർ മായയിൽപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അവരുടെ ഈ മായ മാറ്റാൻ ഈശ്വരനെ തിരിച്ചറിയാന്ന് മാത്രമല്ല, സജ്ജനങ്ങളെയും അങ്ങനെയുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ കൃത്യമായ ആ പ്രീ പ്ലാനോട് കൂടിയാണ് ജനിച്ചതും. അതെ, ഇതാണ് മായയെ അതിജീവിച്ചുകൊണ്ട് ഞാൻ ജനിക്കുന്നു പറഞ്ഞത്, ഇഷ്ടമുള്ളപ്പോൾ ജനിക്കുന്നു പറഞ്ഞത്. ആ മായയെ ജയിച്ചുകൊണ്ടാണ്, മായയെ ബാധയില്ലാതെയാണ് ഭഗവാൻ 125 വയസ്സ് വരെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതും. അവസാന കാലത്തും യാതൊരു വിഷാദവും ശരീരം ത്യജിച്ച് പോകണം എന്നുള്ള ചിന്തയോ മരണഭയമോ ഒന്നും ഭഗവാനെ ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ നിമിത്തമായിക്കൊണ്ടുണ്ടായ തലമുറ ഇനി എന്ത് ചെയ്യുന്നും കൂടി മനസ്സിലാക്കിക്കൊണ്ട് അവരെയും കൂടി അത്തരത്തിലുള്ള അഹങ്കാരികളെ കൂടി ആ ഭാരം കൂടെ തീർത്തിട്ട് പോകുന്നതാണ് ശ്രേഷ്ഠമായ മനുഷ്യ ജന്മത്തിന്റെ പരമമായ ലക്ഷ്യപൂർത്തീകരണം എന്ന് പറയുന്നത് ഭഗവാൻ കാണിച്ചു തരികയാണ്. അപ്പൊ ദ്വാരകയിൽ പല ദുശകുനങ്ങളും കണ്ടു തുടങ്ങി. ഭഗവാൻ യദുവൃദ്ധന്മാരോടായിട്ട് ഇങ്ങനെ പറഞ്ഞു, ദുശകുനങ്ങൾ പലതും കാണുന്നുണ്ട്. നമുക്ക് അപരിഹാര്യമായ ബ്രാഹ്മണശാപവും വന്നു ഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ ദ്വാരകയിൽ കഴിഞ്ഞുകൂടുന്നത് നന്നല്ല. എല്ലാവർക്കും ഒരുമിച്ച് പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകാം. ആ പുണ്യതീർത്ഥത്തിൽ കുളിച്ച് അന്നദാനാദി പുണ്യകർമ്മങ്ങൾ ചെയ്ത് പാപമോചനം നേടാൻ ശ്രമിക്കാം. ഭഗവൻ നിർദ്ദേശം ശ്രവിച്ച് യദുക്കൾ തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങി. വേണ്ട ഒരുക്കങ്ങളൊക്കെ എല്ലാം ആരംഭിച്ചു. അപ്പം ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് എത്ര പ്രീപ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ഭൂഭാരം തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കുറേയധികം കാര്യങ്ങൾ ചെയ്തു. പക്ഷെ എന്നാലും ഈ എല്ലാവരും ഭഗവാൻ 100% ആത്മബോധത്തോടുകൂടിയാണ് പ്രവർത്തിച്ചത്. പൂർണ്ണ അവതാരമായിരുന്നു. പക്ഷെ തൻ്റെ കൂടെ പ്രവർത്തിച്ചവർക്കൊന്നും പൂർണ്ണത ഇല്ലെങ്കിൽ ഈ പറയുന്ന അവബോധമോ അതനുസരിച്ചു കൊണ്ട് അല്ല ഇവരൊന്നും പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് അവിടെ യദുകുലത്തെ പാപദോഷം ബന്ധിതമായിട്ട് ഭഗവാൻ സൂചിപ്പിക്കുന്നത്. ഇപ്പം നമ്മളൊരു ആധ്യാത്മിക ആചാര്യനൊക്കെ ആയിട്ട് മാറിയിട്ട് മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് ആ ഗുരുവിൻ്റെ കെയർ ഓഫിൽ ചിലപ്പം വലിയൊരു ദ്വാരക പോലെ ഒരു ആശ്രമമൊക്കെ ഉണ്ടാക്കും. അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സുഖമായിട്ടൊക്കെ പോകും. എന്നാൽ ഈ ആത്മീയ ആചാര്യനില്ലേ, ഗുരു തത്വദർശിയായിരിക്കുന്ന ഗുരുവിൻ്റെ പ്രേരണ കൊണ്ടോ ഇല്ലെങ്കിൽ ആ ശ്രേയസ്സൊക്കെ കിട്ടി വലിയൊരു സ്ഥാപനമൊക്കെ ഉണ്ടാക്കി, പല സ്ഥാപനങ്ങളും ഉണ്ടാക്കി എന്ന് വിചാരിച്ചോളൂ. പക്ഷെ അതിലൊന്നും പ്രവർത്തിക്കുന്നവർക്കൊന്നും 100% ഈ ആത്മബോധം ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് പലതരത്തിലുള്ള ദോഷങ്ങളും ഒന്ന് ഭവിക്കും. ദോഷം എന്ന് പറഞ്ഞാൽ കർമ്മഫലം കൊണ്ടുണ്ടാകുന്ന അവബോധമില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണവും ദോഷവും തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെയാണ് പാപമംഗലം എന്ന് പറയുന്നത്. ഇപ്പൊ ഭഗവാൻ അവിടെ പ്രവർത്തിച്ചിട്ടും ദ്വാരകയിൽ അങ്ങനെ ഒരു സംഭവം നടന്നു. അതാണ് ഭഗവാൻ പറഞ്ഞത്, ഇവിടെ ദുശകുനങ്ങൾ കാണുന്നുണ്ട്, എൻ്റെ ദൃഷ്ടിയിൽ മാത്രമേ പെടുന്നുള്ളൂ. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്ത് അവബോധത്തിലാണോ പ്രവർത്തിച്ചത് അതേ അവബോധത്തോടെയല്ല തൻ്റെ പിൻതലമുറയിലോ മറ്റുള്ളവരോ ദ്വാരകയിലുള്ള സജ്ജനങ്ങൾക്ക് പോലും ഭഗവാനെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്നർത്ഥം.
അപ്പൊ അതുകൊണ്ട് അവരൊക്കെ മായയിൽപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയൊക്കെ പല ദോഷങ്ങളും വന്ന് ശപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപരിഹാര്യമായ എന്ന് പറഞ്ഞാൽ പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു ബ്രാഹ്മണ ശാപം കൂടെ വാങ്ങിവെച്ചു. അതുകൊണ്ട് ഈ ദ്വാരക നശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഭഗവാൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ആ പ്രഭാസ തീർത്ഥത്തിലേക്ക് യാത്രയാകുക. ആ പുണ്യതീർത്ഥത്തിൽ കുളിച്ച് അന്നദാനാദി പുണ്യകർമ്മങ്ങൾ ചെയ്ത് പാപമോചനം നേടാൻ ശ്രമിക്കാം എന്നാ ഭഗവാൻ പറയുന്നത്. ഭഗവാൻ നിർദ്ദേശം ശ്രവിച്ചുകൊണ്ട്, എന്തായാലും ഇതുവരെയൊക്കെ ഭഗവാൻ പറഞ്ഞതാണല്ലോ കേട്ടത്, അതുകൊണ്ട് എല്ലാവരും ഭഗവാൻ പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറായി. അങ്ങനെ യദുക്കൾ തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങി വേണ്ട ഒരുക്കങ്ങളെല്ലാം വേണ്ട പോലെ ആരംഭിച്ചാണ് പുറപ്പെട്ടത്. ഇതെല്ലാം കണ്ടു നിന്ന ഉദ്ധവർക്ക് കാര്യം പൂർണ്ണമായിട്ടും പിടികിട്ടി. ആരാണ് ഈ ഉദ്ധവർ? വൃഷ്ണികളിൽ പ്രവരനാണ് ഉദ്ധവൻ. 5 വയസ്സ് മുതൽ കൃഷ്ണന്റെ പ്രതിമയുണ്ടാക്കി പൂജിച്ചു വന്നിരുന്ന ആളാണ്. കുട്ടിക്കാലത്ത് മൺപ്രതിമയുണ്ടാക്കി കൃഷ്ണപൂജ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ വന്ന് പ്രാതൽ കഴിക്കാൻ ആവശ്യപ്പെട്ടാൽ പോലും പൂജ അവസാനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ആവശ്യം പരിഗണിച്ചിരുന്നേയില്ല. കാലം നീങ്ങിയതോടെ ഉദ്ധവർ കൃഷ്ണന്റെ ഉത്തമ സുഹൃത്തായിട്ട് തീർന്നു. ഇവിടെയാണ് നമ്മുടെ ജന്മവാസന ബലം, പൂർവജന്മത്തിൽ ആ ഈശ്വരനുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന വാസനാബലത്താൽ മരിച്ച ആളാണ് ഈ ജനിച്ച് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈശ്വര ഭക്തരായിട്ട് മാറുക. അപ്പൊ കുട്ടിക്കാലത്ത് പോലും ഉദ്ധവൻ 5 വയസ്സുള്ളപ്പോൾ പോലും കൃഷ്ണന്റെ പ്രതിമ ഉണ്ടാക്കിയിട്ട് വെറുതെ കളിക്കുന്ന ഭാവത്തിലാണെങ്കിലും പൂജയൊക്കെ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ പോലും താൻ ഉദ്ദേശിച്ച കാര്യം പൂർത്തിയാക്കാതെ ആ കളി വിട്ടിട്ട് അമ്മ വിളിച്ച കാര്യം പോലും ശ്രദ്ധിക്കാറില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കൃഷ്ണന്റെ സുഹൃത്തായിട്ട് മാറി അത് വളർച്ചയിലേക്ക് എത്തപ്പം എന്തിനെയാണോ ചെറുപ്പത്തിലെ വാസനാബലത്താൽ പൂജിച്ചത്, ആ ഭഗവാനെ നേരിട്ട് കാണാനുള്ള മഹാഭാഗ്യം ഉദ്ധവർക്കുണ്ടായി. എന്ന് മാത്രമല്ല, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. ഭക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രാക്ടിക്കൽ തലത്തിൽ ഭഗവാനെ മനസ്സിലാക്കി ഭഗവാന്റെ സുഹൃത്തായിട്ട് കഴിഞ്ഞിരുന്ന ആളാണ് ഉദ്ധവരെന്നർത്ഥം. അപ്പൊ മഹേശ്വരനാണ് എന്നൊക്കെ നല്ല ബോധം ഉദ്ധവനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ കൃഷ്ണപൂജ ചെയ്തത് ആ ഭഗവാനെ, കൃഷ്ണനെ തന്നെ നനച്ചിരുന്ന ആ കൃഷ്ണനായി തന്നെ ഭവിക്ക വേണ്ടു എന്ന് പറഞ്ഞ പോലെ ആ ഭഗവാനെ നേരിട്ട് കാണാൻ ഉള്ള ഭാഗ്യം സിദ്ധിച്ച ആള് കൃഷ്ണമയമാണ്. മായയിൽ പെടാതെ ഉയർന്നു വന്ന ഒരു ഭക്തനാണ് ഉദ്ധവൻ എന്നർത്ഥം. അപ്പൊ കാലം നീങ്ങിയോടെ ഉദ്ധവൻ കൃഷ്ണന്റെ ഉത്തമ സുഹൃത്തായി തീർന്നു. തുടർന്ന് കൃഷ്ണന്റെ മന്ത്രിയായി ഭവിച്ചു. ഏത് പ്രധാന കാര്യവും ഉദ്ധവരോട് ആലോചിച്ച് മാത്രമേ കൃഷ്ണൻ തീരുമാനിക്കാറുള്ളൂ. സാക്ഷാൽ ബൃഹസ്പതിയുടെ ശിഷ്യനായിരുന്നു, ബുദ്ധിസത്തമനായിരുന്ന ഉദ്ധവർ. ഇങ്ങനെയൊക്കെ ആയിട്ടും കൃഷ്ണന്റെ പുറപ്പാട് കണ്ടിട്ട് ഉദ്ധവർ വിഷാദ പാരവശനായി. ഉദ്ധവർ ആരുമില്ലാത്ത തക്ക നോക്കി ഏകാന്തതയിൽ ഭഗവാനെ സമീപിച്ച് കാൽക്കൽ വീണ് നമസ്കരിച്ച് കൂപ്പുകൈയോടെ ഇങ്ങനെ അറിയിച്ചു: അല്ലയോ യോഗേശ്വരനായിരിക്കുന്ന ദേവദേവേശ, സ്വകുലത്തെയും മുഴുവൻ സംഹരിച്ച് ദേഹം വെടിയാൻ അങ്ങ് തീരുമാനിച്ചതുപോലെ തോന്നുന്നു. കഴിവുണ്ടായിരുന്നിട്ടും അങ്ങ് മുനിശാപം തടയാൻ കൂട്ടാക്കിയിരുന്നില്ല. അങ്ങ് എല്ലാം കണ്ടു പുഞ്ചിരിച്ചു കൊണ്ടിരുന്നതേയുള്ളൂ. ഉദ്ധവർക്ക് കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആരും ഇല്ലാതിരുന്ന സമയത്ത് ഉറ്റമ സുഹൃത്തായിരിക്കുന്ന ഭഗവാന്റെ അടുത്ത് സമീപിച്ചിട്ട് ഭഗവാനോട് ചോദിച്ചു: അല്ലയോ യോഗേശ്വരനായിരിക്കുന്ന ഭഗവാനെ, ഈ സ്വകുലത്തെയൊക്കെ സംഹരിച്ചുകൊണ്ട് ദേഹം വെടിയാൻ അങ്ങ് തീരുമാനിച്ചത് പോലെ എനിക്ക് തോന്നുന്നു. ഇത്രയൊക്കെ കഴിവുണ്ടായിട്ടും ഈശ്വരൻ തന്നെയാണെന്ന ഭാവം ഉണ്ടായിരുന്നിട്ടും അങ്ങ് ഈ മുനിശാപം തടയാൻ കൂട്ടാക്കിയില്ലല്ലോ. അങ്ങ് ഇതെല്ലാം കണ്ട് വെറുതെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അല്ലയോ കേശവ, അങ്ങയുടെ പാദകമലം നിമിഷം പോലും വിട്ടു നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് അങ്ങ് എങ്ങോട്ടേക്കാണോ പോകുന്നത് എന്നെ കൂടെ കൊണ്ടുപോകണം. ഉദ്ധവന്റെ ആവശ്യം ഇതാ. ഏതായാലും ഒക്കെ തീരുമാനിച്ചു. അങ്ങ് എങ്ങോട്ട് പോയാലും വേണ്ടില്ല, എന്നെ കൂടെ കൊണ്ടുപോകണം. അതേയുള്ള ആവശ്യം, വേറൊന്നുമില്ല.
ബാക്കി ഇവിടെ എന്ത് സംഭവിച്ചാലും സംഭവിക്കും എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ പോകുന്നത്. അത് വേണ്ടതൊക്കെ ഒരുക്കി കൂട്ടിയിട്ട് ഭഗവാൻ പോവുക. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എങ്ങോട്ട് പോയാലും വേണ്ടില്ല, എന്നെ ഇവിടെ വിട്ടിട്ട് പോകരുത്. അത് മാത്രമേ ഉള്ളൂ യഥാർത്ഥ ഭക്തന്റെ ആവശ്യം. അതുകൊണ്ട് അങ്ങ് എങ്ങോട്ടേക്കാണ് പോകുന്നത്, എന്നെ കൂടെ കൊണ്ടുപോകണം. കർണപീയൂഷമായിരിക്കുന്ന അങ്ങയുടെ അവതാര ലീലകൾ കേട്ടാൽ മനുഷ്യൻ പിന്നെ ഒന്നും കൊതിക്കുകയുമില്ലല്ലോ. അങ്ങയുടെ നിത്യസഹചാരിയായിരുന്ന ഭക്തൻ ഈ കൂട്ടുകെട്ട് കൈവിട്ട് വിടാൻ ഇല്ല, ഈ കൈവിട്ട് ഇവിടെ ഒറ്റയ്ക്ക് എന്നെ വിട്ടിട്ട് പോകാൻ അങ്ങ് തീരുമാനിച്ചാൽ അത് കൈവിടാൻ ഞാൻ തയ്യാറല്ല. എനിക്കതിനുള്ള ശക്തിയുമില്ല. അതുകൊണ്ട് അങ്ങയുടെ നിത്യസഹചാരിയായിട്ട് ഇരുന്നാൽ മാത്രമേ എനിക്ക് ഈ മായ ജയിക്കാനും സാധിക്കുകയുള്ളൂ. അങ്ങ് വിട്ടുപോയാൽ എന്നെ മായ ബാധിക്കും. അതുകൊണ്ട് സന്യാസിമാരായിരിക്കുന്ന ഋഷിമാരാകട്ടെ നേരിട്ട് അങ്ങയുടെ സ്വരൂപമായ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു. എന്നെ പോലുള്ള ഗൃഹസ്ഥന്മാർ അങ്ങയുടെ പാവനമായ കഥ കേട്ട് ഇരുട്ടിനെ കടക്കുന്നു. അങ്ങയുടെ കഥകൾ ഒരുമിച്ചും ഓർമ്മിച്ചും കീർത്തിച്ചും നാമങ്ങൾ കീർത്തിച്ചും മനുഷ്യലോകത്തെ അനുകരിച്ചു കൊണ്ടുള്ള അങ്ങയുടെ അഭിനയങ്ങൾ കണ്ടും കേട്ടും ആശ്വാസം കണ്ടെത്തിയിരുന്നു. ഉദ്ധവരുടെ വിഷാദം കണ്ട് കരുണാമയനായിരിക്കുന്ന ഭഗവാൻ ഭക്തനോട് ജ്ഞാനോപദേശം ആരംഭിക്കുന്നതാണ് ഈ അധ്യായത്തിന്റെ അവസാനം. വസ്തുജ്ഞാനമില്ലാത്ത അന്ധമായ ഭക്തിയും ബുദ്ധി സാമർഥ്യവും മനുഷ്യനെ ദുഃഖവിമുക്തനാക്കുകയില്ല എന്നതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഉദ്ധവ വിഷാദം. ഭാരത ഭഗവത്ഗീതയിലെ അർജുനും ഏതാണ്ട് ഈ നിലയിൽ തന്നെ ആയിരുന്നല്ലോ. ഭഗവാൻ ഉദ്ധവരെ എങ്ങനെയാണ് സമാശ്വസിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ആത്മബോധം ഇല്ലാതെ അന്ധമായ ഭക്തിയും ബുദ്ധി സാമർഥ്യവും മനുഷ്യനെ ഒരു കാലത്തും ദുഃഖവിമുക്തനാക്കില്ല എന്ന് ഉറപ്പിച്ചോളൂ. അതിനുള്ള ഉത്തമ ദൃഷ്ടാന്തമാണ് ഭഗവാന്റെ ഒപ്പം ജീവിച്ച് സുഹൃത്തായിരുന്ന അർജുനന്റെയും ഗതി, ഉദ്ധവന്റെയും ഗതി. ഈശ്വരൻ പോലും കൂടെ ഉണ്ടായിരുന്നിട്ട് സുഹൃത്തായിട്ടും രണ്ടുപേരും സുഹൃത്തായിരുന്നു. രണ്ടുപേരും കണ്ടിട്ടുമുണ്ട്. ഭഗവാന്റെ മന്ത്രിയായിരുന്നു ഉദ്ധവര്. അപ്പൊ ഇത്രയൊക്കെ ഭഗവാനെ തൊട്ടടുത്ത് തൊട്ടില്ല എന്ന് പറഞ്ഞ രീതിയിൽ രണ്ടങ്കുലം അടുത്ത് നിന്ന ആ ഭഗവാനെ ഇവരുടെ ബുദ്ധി സാമർഥ്യം കൊണ്ടോ ഇല്ലെങ്കിൽ അന്ധമായിട്ട് വിശ്വസിച്ചിരുന്നുകൊണ്ടോ, കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഭഗവാൻ ഏറ്റവും വലിയ സുഹൃത്താണ്. ആ പരമമായതിനെ അറിയാതെ അന്ധമായിട്ട് വിശ്വസിക്കുന്നതും കൂടെ ഉണ്ടായിരുന്നാലും ഈശ്വരത്വത്തെ താത്വികമായിട്ട് മനസ്സിലാക്കാതെയാണ് കൂടെ നടക്കുന്നതെങ്കിൽ അതാണ് ഇവിടെ വസ്തുജ്ഞാനം ഇല്ലാതെ അന്ധമായ ഭക്തി എന്ന് പറയുന്നത്. എന്റെ കൂടെ നടക്കുന്നവരെ എന്നെ ശരിക്കും മനസ്സിലാക്കുന്നില്ല, അത് അന്ധമായ ഭക്തിയാണ്. അപ്പൊ അതുപോലെ ബുദ്ധി സാമർഥ്യവും, ഇപ്പൊ ബുദ്ധി സാമർഥ്യം ഉണ്ട്, ഭഗവാന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് കൂടെ നടക്കുമ്പം ഈ എന്താ പറഞ്ഞേ, ആ വാസനാബലം കുറച്ചൊക്കെ കിട്ടുമല്ലോ. പക്ഷെ ആ വാസനാബലം കൊണ്ട് ദുഃഖവിമുക്തനൊന്നും ആക്കില്ല. തൽക്കാലം നമുക്ക് ഒരു ലൈറ്റിന്റെ കീഴിൽ നിൽക്കുന്ന അത്രയും കാലം അവിടെ വെളിച്ചം നമുക്ക് ഫീൽ ചെയ്യും. അതേസമയം അവിടെ വിട്ടുപോയാലോ, ഇരുട്ടുള്ള മുറിയിൽ വെളിച്ചം കൊണ്ടുവച്ചാൽ വെളിച്ചം ഉണ്ടാകും. ആ വെളിച്ചം ഉള്ളിടത്തോളം സമയം അവിടെ ആര് ചെന്നാലും അവർക്കൊക്കെ വെളിച്ചം കിട്ടും എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ ആകുന്ന ആ ആത്മസ്വരൂപന്റെ പ്രകാശത്താല് ഉദ്ധവരും അർജുനും ഒക്കെ വെളിച്ചം കണ്ടു നടന്നു. അപ്പം അത് തൻ്റെ കേമത്വം കൊണ്ടോ ബുദ്ധി സാമർഥ്യം കൊണ്ടോ വസ്തുജ്ഞാനം കൊണ്ടോ അല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃത്യാ തന്നെ സംഭവിച്ചു. കൂടെ നടന്നുകൊണ്ട് കുറച്ചൊക്കെ വെളിച്ചം അതിൻ്റെ പകർന്ന് കിട്ടി. അപ്പൊ സുഖമായിട്ട് ശ്രേയസ്കരമായിട്ട് എല്ലാം നടന്നു. പക്ഷെ ഇത് ഭഗവാൻ ഇപ്പൊ വിട്ടുപോകുന്ന അറിഞ്ഞപ്പോ തന്നെ ദുഃഖമായി. നമ്മൾ പുഷ്പാഞ്ജലി കഴിച്ചിട്ട് പ്രസാദം കിട്ടിയില്ലെങ്കിൽ ദുഃഖിക്കുന്ന പോലെ. അപ്പം ഇത്തരത്തിൽ ഭൗതികമായ തലത്തിൽ ആത്മബോധം ഇല്ലാതെ അന്ധമായ വിശ്വാസത്തിൽ നമ്മൾ ഭക്തിഭാവം പ്രകടമാക്കിയാൽ, അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലും നമ്മുടെ ബുദ്ധി സാമർഥ്യം കൊണ്ടാണ് എന്ന് ധരിച്ചാൽ അത് നമുക്ക് ദുഃഖത്തിന് അറുതി വരുത്തില്ല. ഒരുപക്ഷെ നമുക്ക്
ബുദ്ധി പോലും വേണ്ട സമയത്ത് പ്രവർത്തിച്ച് നമ്മളെ സക്സസ് ആക്കുന്ന ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും. പക്ഷെ ഈ ബുദ്ധി സാമർത്ഥ്യം കിട്ടിയിട്ട് നമ്മളെ ഒരു നല്ല പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാന്നുള്ളത് മറക്കും. അതാണ് മായ. അപ്പൊ എൻ്റെ ബുദ്ധി സാമർത്ഥ്യം കൊണ്ടാണ് എനിക്കിതൊക്കെ കിട്ടിയെന്നൊരു തോന്നലുണ്ടാവും. അതാണ് നമ്മളെ ദുഃഖത്തിനും കാരണമാകുന്നത്. ഏതവസ്ഥയിലും നമുക്ക് ഈ മായയാകുന്ന അഹങ്കാരം കയറി വന്നാൽ അത് നമ്മളെ ദുഃഖിപ്പിക്കും. തൽക്കാലത്തേക്കില്ലെങ്കിലും പിന്നീട് ദുഃഖഹേതുവായിട്ട് മാറും അർത്ഥം. അതാണ് ശരിക്കും ഉദ്ധവനും വീരശൂര പരാക്രമിയായിരുന്ന അർജുനും സംഭവിച്ചത് എന്നർത്ഥം. ഇനി ഈ ഭഗവത്ഗീത, ഭാരതത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഉപദേശമാണ് ഭഗവത്ഗീത മഹാഭാരതത്തില്. അതേപോലെ ഭാഗവതത്തിലെ ഗീതയാണ് ഉദ്ധവോപദേശം. ഈ വിഷാദം മാറ്റിക്കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ ചിന്തിക്കാം. ഇനി ഭഗവാനും ഉദ്ധവനും തമ്മിലുള്ള സംവാദമാണ് ഇനിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ചിന്തിക്കേണ്ടത്. ഇത് 6-ാമത്തെ അധ്യായം ഇതോടുകൂടി സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായമാർഗേണ ഹിമഗീശാകോ ബ്രാഹ്മണേഭ്യ സുമസ്ത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.